ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം എന്തൊക്കെ എല്ലാവരും വർത്താനം, നോമ്പും പെരുന്നാളും ഒക്കെ കഴിഞ്ഞില്ലേ? ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു വീഡിയോ കേട്ടോ ഇത്. കുറേ ആയി വീഡിയോ ഒക്കെ എടുത്തിട്ട്, അപ്പോൾ അങ്ങനെ ഇന്ന് എടുത്ത് നോക്കിയതാണ്. അപ്പോൾ ഇതൊക്കെ രാവിലത്തെ ചായയുടെയൊക്കെ കഴിഞ്ഞതിൻ്റെ ഷർട്ട് എടുക്കണ വീഡിയോ കേട്ടത്. രാവിലെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് ചെടിയൊക്കെ കുറച്ച് ചെടി ഉണ്ട്, അതൊക്കെ നനച്ച് രാവിലെ ഒന്ന് പൊറാട്ട കഴിഞ്ഞ് അതൊക്കെ കഴിഞ്ഞ് അന്നേരം ഒന്ന് വീഡിയോ എടുക്കണം എന്നുള്ളതില്ലേ. പിന്നെ ഞാൻ വിചാരിച്ച് വീഡിയോ എടുത്താലോ വിചാരിച്ച് അങ്ങനെ വീഡിയോ എടുത്തത്. അപ്പോൾ ചോറ് വെന്തുക്കണോ നോക്കട്ടെ. അപ്പോൾ വേവുള്ള അരി ആയതുകൊണ്ട് വേവാൻ കുറച്ച് പണിയാണ്. അപ്പോൾ നോക്കിയപ്പോൾ വെന്തിട്ടൊന്നും ഇല്ല, ഒന്നും കൂടി ആവാണ്ട്. പിന്നെ വിചാരിച്ച് അവിടെ ഒന്നും കൂടി ആവട്ടെ വിചാരിച്ച് കണ്ട് അടച്ച് വെച്ച്. ഇനി ഫ്രിഡ്ജിൽ കുറച്ച് ചെമ്മിണ്ട്, അത് എടുത്ത് പുറത്തേക്കട്ടെ. ചോറ് വേകുമ്പോഴത്തേക്കും അതിൻ്റെ തണുപ്പൊക്കെ ഐസൊക്കെ പോകാൻ വേണ്ടി. ഇത് കുറച്ച് പാത്രം കേട്ടോ, ഇന്നലെ വിരുന്നേരൊക്കെ ഉണ്ടേനി, അപ്പം രാത്രി കഴുകി വെച്ച പാത്രങ്ങളാണ്. അതവിടെ ഇങ്ങനെ റേക്കുമ്പോൾ നിന്ന് എടുക്കണേ. ആ വെള്ളമൊക്കെ വാർന്നു പോകാൻ വേണ്ടി അങ്ങനെ പരത്തിയിട്ടതാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഫ്രിഡ്ജിൽ നിന്ന് നമുക്ക് ചെമ്മി എടുത്തുകൊണ്ട് പുറത്ത് വെക്കാം. ചെമ്മി ഞാൻ കൊണ്ടുവന്ന അന്ന് തന്നെ തൊലിച്ചൊക്കെ ഫ്രിഡ്ജിലാക്കി വെച്ചതാട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് എടുത്തുകൊണ്ട് വെക്കണ പണിയുള്ളൂ. അപ്പോൾ ചോറ് വേകുമ്പോഴത്തെ വേഗം അടിച്ചെല്ലാണ്ട് കഴിക്കുക ചിക്കൻ. അപ്പോൾ അടിച്ചിരട്ടെ. അപ്പോൾ ചോറ് അവിടെ വേവും ചെയ്തോളും, നമുക്ക് ഈ അടിച്ചെല്ലാണ്ട് കഴിക്കുക വെച്ചിട്ട്. പിന്നെ അതിനിങ്ങനെ നോക്കിക്കണ്ടല്ലോ, ഏതെങ്കിലും ഒന്ന് കഴിഞ്ഞല്ല. സ്റ്റെപ്പുമ്മത്തെ ചവിട്ടിയൊക്കെ ഒന്ന് എടുത്ത് മാറ്റി ഒന്ന് അടിച്ചിരട്ടെ. ഇത് ഞാൻ ഒന്നരാട കേട്ടോ ഈ ചവിട്ടി എടുത്ത് അടിച്ചല്ലുള്ളൂ. ഇത് കുറച്ച് നീളമുള്ള ചവിട്ടിയതുകൊണ്ട് ഒന്നരാട 2 ദിവസം കൂടുമ്പോൾ എടുത്ത് ഒന്ന് തട്ടി വിരിച്ചിടും. അങ്ങനെ ഞാൻ ചെയ്യൽ. അപ്പോൾ അതാ ലിവിങ്ങിൽ അടിച്ചു തരാൻ വന്ന് നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് സോഫമ്മ ഇട്ട വിരിപ്പൊക്കെ പോയിക്കണ്. അപ്പോൾ ഇന്നലെ രാത്രി മക്കൾ കളിച്ചതാണ്. ഇന്നലെ വിരുന്നേരൊക്കെ ഉണ്ടായിരുന്നില്ല, അപ്പോൾ എല്ലാവരും കൂടി കളിച്ച സ്ഥലമാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നാക്കട്ടെ. അപ്പോൾ കർട്ടനൊക്കെ കുറച്ച് പൊന്തിച്ച് വെക്കട്ടെ. അധികമൊന്നും പൊന്തിക്കില്ല, ലേശം ഒന്ന് പൊന്തിച്ച് വെക്കും. വെയിൽ ഭയങ്കര വെയിലാണ്, വീട്ടിൻ്റെ ഉള്ളിലേക്ക് വരെ വെയിലിങ്ങനെ ഉദിക്കും. അത്രക്കും വെയിലും ചൂടുമല്ലേ പ്രാവശ്യം. അപ്പോൾ അതൊക്കെ ഒന്ന് നുള്ളി പെറുക്കി തക്കട്ടെ. എന്നിട്ടാണ് അതൊക്കെ ഒന്ന് തട്ടി വിൽക്കാൻ. അപ്പോൾ സോഫമ്മലൊക്കെ വിരിച്ച് നല്ല വൃത്തിയാക്കി വിരിച്ചിട്ടുണ്ട്. ഇനി റൂമൊക്കെ പോയി നോക്കട്ടെ, റൂമിലെ അവസ്ഥ എന്തൊക്കെയാണ്. അപ്പോൾ റൂമിലുണ്ട് നന്നാക്കാൻ അവനൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടി വിരിക്കട്ടെ. ബെഡ്ഷീറ്റ് ഇതൊക്കെ തട്ടി വിരിച്ച്. അപ്പോൾ 2 റൂമൊക്കെ നല്ല തട്ടി വെച്ചിക്കണ്. ഇനി കിച്ചണിൽ പോയി നോക്കട്ടെ, അടുക്കളയിൽ എന്തൊക്കെയാണ്. ഈ റേക്കുമ്പത്തൊക്കെ ഒന്ന് എടുത്തേക്കണം. അപ്പോൾ ഇതൊക്കെ വെള്ളം പോയിനോ നോക്കട്ടെ. വെള്ളമൊക്കെ പോയിന്. പോവാത്ത ഞാൻ ഉണങ്ങിയ തുണി കൊണ്ട് തുടച്ചെടുത്തേക്കാണ്. ആ പ്ലേറ്റൊക്കെ എല്ലാം ഉണങ്ങിയിരിക്കണ്. അപ്പോൾ അതൊക്കെ വെക്കണോടത്ത് തന്നെ വെച്ചാട്ടെ. എന്നിട്ടാണ് ആ റേക്ക് ഒഴിവാക്കി വെക്കാൻ. അപ്പോൾ റേക്കുമ്പത്തൊക്കെ ഒഴിവാക്കി. ഇനി ഇതൊക്കെ റേക്കൊന്ന് നല്ലോണം തുടച്ചെടുക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചോട്ടെ.
അടിച്ച് വരുമ്പോൾ തന്നെ തക്കാണ്ട് കഴിച്ച് വെച്ചാൽ പിന്നെ തുടയ്ക്കാൻ വേഗം കഴിക്കാം. അപ്പോൾ അതാ സിറ്റ് ഔട്ട് തുടയ്ക്കുക കേട്ടോ. ആദ്യം സിറ്റ് ഔട്ടൊക്കെ ഒന്ന് തുടച്ചെടുക്കുക, പിന്നെയാണ് ആകൊക്കെ തുടയ്ക്കൽ. അപ്പോൾ സിറ്റ് ഔട്ടൊക്കെ തുടച്ച് വന്നപ്പോൾ ചോറ് നോക്കിയതാണ് വെന്തോ ഇല്ലേന്നറിയാം. അപ്പോൾ അതൊന്ന് വെന്തകണ്. അപ്പം ഇനി ചോറ് ഊറ്റട്ടെ. അപ്പം ഇനി ചോറ് അടുപ്പത്ത് നിന്ന് ഇറക്കി ഇനി അത് ഊറ്റട്ടെ. അപ്പോൾ ഇതൊക്കെ ചോറ് ഊറ്റണതിൻ്റെ ഇടയിൽ ഞാൻ ചെമ്മീൻ കൂട്ടാൻ ഉണ്ടാക്കാൻ വേണ്ടി അതിക്ക് ഉള്ളിയും തക്കാളിയൊക്കെ അരിയാതെ വെച്ച് ചോറ് അവിടുന്ന് ഊറ്റും ചെയ്യാം, ഇത് നന്നാക്കും ചെയ്യാം, രണ്ടും കൂടി അതിൻ്റെ ഇടയിൽ നടക്കണ്ടേ. അപ്പോൾ ചോറൊക്കെ ഇതാ ഊറ്റി കഴിഞ്ഞിക്കണേ. അപ്പോൾ ഇതൊക്കെ ഇത് മുരിങ്ങൻ്റെ ഇലയാണ്. ഞാൻ എൻ്റെ അടുത്ത് വരുമ്പോൾ കൊണ്ടുവന്നതാണ്. പെരുന്നാൾക്ക് പോയി ഇരുന്നപ്പോൾ മുരിങ്ങൻ്റെ ഇലയൊക്കെ കൂട്ടാൻ ഭയങ്കര പൂതി. അപ്പോൾ പിന്നെ കുറച്ച് മുരിങ്ങൻ്റെ ഇല കൊണ്ടുവന്ന് അപ്പോൾ അത് ഈരിക്കാണ്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ അപ്പോൾ അതൊന്ന് പെരും വെക്കാം വിചാരിച്ചുകാണ്ട് മുരിങ്ങൻ്റെ ഇലയ്ക്ക് തേങ്ങ ഒതുക്കാൻ വേണ്ടി തേങ്ങ പൊളിച്ചുകൊണ്ടുവന്നേ. അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടിക്കാണ്ട് ചിരകി പെരി വെക്കട്ടെ. തേങ്ങ പൊട്ടിച്ച് വെള്ളം കുടിക്കാൻ വെച്ച് ഗ്ലാസ്സൊക്കെ എടുത്ത് ഗ്ലാസ്സൊക്കെ ആക്കി വെക്കുമ്പോൾ തേങ്ങയിൽ വെള്ളമൊന്നുമില്ല. ചൂടായിട്ട് തേങ്ങത്തെ വെള്ളമൊക്കെ വറ്റിപ്പോയി. ഇതൊന്ന് ചരുകിയെടുക്കട്ടെ തേങ്ങ. ലേശം തേങ്ങ മതി, കുറച്ച് മുരിങ്ങൻ്റെ ഇല എടുത്തിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് തേങ്ങ മതി. അപ്പോൾ അതിക്ക് ഞാനിതാ കുറച്ച് വലുതാക്കി പച്ചമുളക് മുറിച്ചിട്ട്, മുരിങ്ങൻ്റെ ഇല തിന്നുമ്പം പച്ചമുളക് കാണണ്ടേ, വലുതാക്കി തന്നെ മുറിച്ചിട്ട്. ചിലവരിത് മിക്സിയിലിട്ട് ഒതുക്കും കേട്ടോ, തേങ്ങയും പച്ചമുളകും. എനിക്കിങ്ങനെ ഇടണതാണ് ഇഷ്ടം. ഇത് നന്ന് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കണ്ട് കൈ കൊണ്ടല്ലോ ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഇത് റെഡിയായി. ഇനി അടുപ്പത്ത് ചീനിച്ചട്ടി വെച്ചാണ്
അതിൽ കുറച്ച് വെളിച്ചെണ്ണയും പറഞ്ഞെടുത്ത് കുറച്ച് കടുക് ഇട്ടെടുത്ത്. ഞാൻ കടുകൊന്ന് പൊട്ടട്ടെ. അപ്പോൾ കടുകൊക്കെ പൊട്ടി ഞങ്ങൾക്ക് ഈ മുരിങ്ങൻ്റെ ഇല ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ലോണം ഇളക്കിക്കാണ്ട് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പം അടച്ച് വേവിക്കാം. അപ്പോഴത്തെ നമുക്കിതാ ചെമ്മി ഫ്രൈ ആക്കാം, ചെമ്മി റോസ്റ്റ് ആക്കാം. അപ്പോൾ ഇതാ ചെമ്മി ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കായം തേച്ച് വെച്ചീനി, അത് ഒന്ന് പൊരിച്ചെടുക്കട്ടെ. അപ്പോൾ ഇത് ചെമ്മി അവിടെ കിടന്നാവട്ടെ. അപ്പോൾ ഞാൻ അവിടെ കുറച്ച് പഴമുണ്ട്, അപ്പോൾ അത് തൊലി കുറച്ച് കറുത്തതേനി, അപ്പോൾ മൂക്കൊന്നും പറ്റണില്ല. അപ്പോൾ ഞാനത് എടുത്ത് കണ്ട് എന്ത് ചെയ്ത് മിക്സിയിലിട്ട് കണ്ട് കുറച്ച് പാലും പഞ്ചസാര ഇട്ട് ജ്യൂസാക്കി എന്നിട്ട് രണ്ടാക്കും ഗ്ലാസ് പറഞ്ഞു. അപ്പോൾ 10 മണിക്ക് കുടിക്കുകയും ചെയ്യാം, ആ പഴം കണ്ട് ചിലവാകും ചെയ്യും. അപ്പോൾ അത് കുടിക്കട്ടെ, എന്നിട്ട് ബാക്കിയുള്ള പരിപാടിയൊക്കെ. അപ്പോൾ കുടിച്ചിട്ടാണ് ബാക്കിയുള്ള പരിപാടി എടുക്കാൻ. അപ്പോൾ പഴം ജ്യൂസ് അടിച്ചപ്പോൾ കടലൊക്കെ ഇട്ട് മോള് കുടിച്ചിട്ടാ. കടലൊക്കെ അവൽ മിൽക്ക് അതിരി അവലിട്ടില്ല, കടലയും പഴം മാത്രം ഇട്ട് കണ്ട് കുടിച്ച്. അപ്പോഴത്തെ ഇവിടെ ഇതാ ചെമ്മിയൊക്കെ എല്ലാം പൊരിച്ച് എല്ലാം സെറ്റായിക്കണം. അപ്പം ഇനി ആ ചട്ടിക്ക് തന്നെ നമ്മൾ അരിഞ്ഞ് വെച്ച എന്തേലും വല്ലുള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ അതിലിട്ട് അതിൽ തന്നെ ഇട്ട് വാട്ടുക. കുറച്ച് ഉപ്പിട്ട് കാണ്ടാണ്ട് വാട്ടിയാണ്ട് മുടി വെച്ചാൽ വേയാണ്ട് വാടിക്കോളും കേട്ടോ. അപ്പം അത് അങ്ങനെ ആക്കി വെച്ചാണ്. ഇപ്പം അവിടെ കിടന്ന് വാട്ടെ. അപ്പോൾ ഉള്ളിയൊക്കെ വാടിയിരിക്കണം. അതാ അതിക്ക് മഞ്ഞൾപ്പൊടി ഇട്ടെടുത്ത് കുറച്ച് മുളക് പൊടി ഇട്ടെടുത്ത്, പച്ചമുളക് ഇട്ടീനി. അപ്പം മുളക് പൊടി കുറയ്ക്കാൻ വേണ്ടി ഞാൻ കുറച്ച് പച്ചമുളക് ഇട്ടീനി. ആ മുളക് പൊടി ഇട്ടെടുത്ത് കുറച്ച് മല്ലിപ്പൊടി ഇട്ടെടുത്ത്. പിന്നെ അത് പെരിഞ്ചീരകം പൊടിച്ച് വെച്ചാട്ടോ, അപ്പോൾ അതും ലേശം ഇട്ടെടുത്താണ്. ഇത് ഗരം മസാല, അതൊക്കെ നോമ്പിന് പൊടിച്ചാണ്, ഒക്കെ കഴിഞ്ഞിക്കണ്. അപ്പോൾ അതും കുറച്ച് ഇട്ടെടുക്കുക. പിന്നെ ചെമ്മിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം വാടുക, നല്ല കുഴമ്പ് രൂപത്തിൽ വാട്ടിയെടുക്കുക. നല്ല ഉള്ളി ഇതൊക്കെ നല്ല സെറ്റായി ആവണം, അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതാ ചെമ്മി റെഡി ആയിട്ടാ. അപ്പോൾ പിന്നെ ചെമ്മി കൂട്ടാൻ റെഡി ആയിന്, കരിവേപ്പിൻ്റെ ഇല ഇട്ട് ഒക്കെ റെഡിയായി. ഇപ്പോൾ ഇത് അടിച്ചേക്കട്ടെ. അപ്പോഴത്തെ ഇതാ സിങ്കിൽ നിറച്ചും പാത്രം ഉണ്ടേ, അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെക്കാം. അങ്ങനെ പിന്നെ അടുക്കളയത്തെ മുഴുവൻ കഴിഞ്ഞിട്ടോ, അടുക്കളയൊക്കെ ക്ലീൻ ആക്കിയിട്ട് അടുക്കളയത്തെ മുഴുവൻ ഇനി തുടയ്ക്കട്ടെ, അതൊക്കെ ഒന്ന് തുടയ്ക്കട്ടെ. അപ്പോൾ ബേസിനൊക്കെ ഒന്ന് നല്ലോണം കഴുകട്ടെ.
അപ്പോൾ ഡൈനിങ് ഹാളത്തെ ടേബിള് ഒന്ന് ലിക്വിഡൊക്കെ ഒഴിച്ച് കണ്ട് തുടച്ചെടുക്കട്ടെ. എണ്ണമയക്കം അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കൊണ്ട് പൊയ്ക്കോട്ടെ. ഇന്നലെ തന്നെ നല്ല തുടച്ചിക്കണേ. അപ്പോൾ ഇന്ന് ഒന്ന് അങ്ങനെയും കൂടി ഒന്ന് തുടച്ചെടുക്കാൻ വെച്ചിട്ട്. അപ്പോൾ ഇതൊക്കെ ടേബിളൊക്കെ തുടച്ച് ഇനി അകൊക്കെ ഒന്ന് തുടച്ചെടുക്കട്ടെ. അപ്പോൾ തുടക്കലൊക്കെ കഴിഞ്ഞിരിക്കണം. ഇനി തിരുമ്പി കുളിക്കാണ്ട്. അപ്പോൾ തിരുമ്പാൻ പോവുകയാണ്. അങ്ങനെ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞാൽ ചോറ് തിന്നാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അസ്സലാമു അലൈക്കും.